ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കുന്നതായിരിക്കും. ഒരാളാണെങ്കിൽ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല. സേവിനെ കാണിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ, കാണിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കാല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് ഇൻട്രോ ഒന്ന് എടുത്തോട്ടെ, അതുകൊണ്ടൊന്ന് മ്യൂട്ട് ആക്കാവോ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേണ്ടിയിട്ടൊന്ന് മ്യൂട്ടാക്കി വെച്ചോണ്ടിരിക്കും. പിന്നെ ഇപ്പോഴെങ്കിലും ഒന്ന് തീരുവോ എന്നുള്ള ഒരു ഭാവത്തോടാണ് ആളിവിടെ ഇരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഇൻട്രോ ഒക്കെ കഴിഞ്ഞായിരുന്നല്ലോ, പിന്നെന്താ പറയാനുള്ളത്. അപ്പം അച്ഛോ വെച്ചോ ഓക്കെ, വെച്ചിട്ട് പോവാൻ പറഞ്ഞേ. ഓക്കെ, കണ്ടിന്യൂ. ഞാൻ അടുക്കളയിൽ പോയിരുന്നു പറഞ്ഞോളാം. അപ്പൊ ഞാൻ അവിടുന്ന് എസ്കേപ്പ് അടിച്ചിട്ട് പതുക്കെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമുക്ക് നല്ല ഫ്രീഡം ആണ്. ഇങ്ങോട്ട് ആരും അങ്ങനെ വരുത്തൊന്നുമില്ലല്ലോ. ഇത് ഓണത്തിന്റെ തലേന്ന് എടുത്തിട്ടുള്ള വ്ലോഗാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ പണ്ട് തൊട്ടേ ഇതേപോലെ ഓണമൊക്കെ ആവുമ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതേപോലെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. അപ്പം നമുക്ക് പിറ്റേ ദിവസം ആവുമ്പോൾ ബാക്കിയുള്ള ചോറും ബാക്കിയുള്ള കറികളും എല്ലാം ആക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അതങ്ങ് ഫോളോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കുറച്ച് മീൻസ് എന്താ ഒരു 3 സാധനങ്ങൾ ഇവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ രാവിലെ പച്ചക്കറിയൊക്കെ മേടിക്കാനൊക്കെ പോയായിരുന്നു. അപ്പൊ അതിന്റെ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് പോവാം. ഓക്കെ, വലിയ നീട്ടമൊന്നും ഇല്ല, ഒരു ചെറിയ ക്ലിപ്പ്, അത് കണ്ടിട്ട് വേണേ. ശരി. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിച്ച് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളിങ്ങനെ ബൈക്കിനടുത്തോട്ട് നടക്കുകയാണേ. ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കണ്ടായോ? അപ്പൊ ഞാൻ ആക്കിയ 3 സാധനങ്ങളുടെ പേര് പറയാം. ഇഞ്ചിക്കറി, മാങ്ങാച്ചാർ, നാരങ്ങച്ചാർ. അതിപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, താഴോട്ട് വെക്കാവേ. വെട്ടത്തിന്റെ കുറച്ച് പോരായ്മ ഉണ്ട്. അപ്പം മലയാളി കടയിൽ പോയായിരുന്നു. അപ്പം മലയാളി കടയിൽ പോയപ്പോൾ നമ്മൾ ഇതേപോലെ കറുനാരങ്ങ മേടിച്ചായിരുന്നു. മറ്റേ വലിയ നാരങ്ങ ഉണ്ടല്ലോ, അപ്പം അത് മേടിച്ചായിരുന്നു. അപ്പം അത് ഒരെണ്ണം മേടിച്ചു. അപ്പം സെവിനാച്ചൻ അങ്ങനെ കൂട്ടത്തൊന്നുമില്ല, പക്ഷെ ഇത് മൊത്തം ഞാൻ വേണം കാലിയാക്കാന്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നാരങ്ങയാണിത്. അപ്പം ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറി. വലിയ പാത്രമൊക്കെയാണ്, പക്ഷെ കുറച്ചേ ഉള്ളൂ. നമ്മൾ മറ്റേ ഇഞ്ചിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കറിയാക്കത്തില്ലേ, അതേപോലെ ആക്കിയതാണ് ഗീസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇഞ്ചിക്കറി. ഇത് മാങ്ങാച്ചാറ്. അപ്പം കണ്ട നൈസ് അല്ലേ കാണാൻ. അപ്പൊ ഇത് നമ്മുടെ മാങ്ങാച്ചാറ്. അപ്പൊ ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. ഇപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഞങ്ങൾ 3 പേരും ഉണ്ട്. അപ്പം മേടിക്കാൻ പോകുന്ന എന്തോന്ന് വെച്ചാൽ വാഴയില മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ സദ്യയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അമ്മ പറയും പോയി വാഴയില വെച്ചിക്കൊണ്ട് പോവാന്ന് പറയും. അപ്പം നമ്മൾ ഇരുമ്പ് എടുത്തുകൊണ്ട് എന്താ പറയുക അങ്ങോട്ട് ഇറങ്ങും. അപ്പം നമ്മുടെ വീട്ടിലായാലും തൊട്ടപ്പുറത്തെ പറമ്പിലായാലും ഇതേപോലെ വാഴ കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര വാഴയില വേണമെങ്കിലും നമുക്ക് വെട്ടിക്കൊണ്ട് വരാം. പക്ഷേ നമ്മുടെ ബാംഗ്ലൂരിൽ അങ്ങനെയല്ല. നമുക്ക് പരമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കടകളിൽ പോയിട്ട് മേടിക്കണം. അപ്പം ഞങ്ങൾ വാഴയില മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓണമൊക്കെ ആണെങ്കിൽ നമുക്ക് സദ്യ കഴിക്കണമെങ്കിൽ പ്ലേറ്റിൽ നമുക്ക് കഴിയാൻ തോന്നത്തില്ല. അപ്പം നമുക്ക് വാഴയില തന്നെ വേണം. അങ്ങനെ TV കണ്ടുകൊണ്ടിരുന്ന സെവിന ചേച്ചനെ വിളിച്ചോട്ട് പോവുകയാണ് ഞങ്ങൾ. ബാംഗ്ലൂരിൽ ഞാൻ പിന്നെ പറയേണ്ടതൊന്നുമില്ല, ഭയങ്കര തിരക്കാണ്, ഭയങ്കര ട്രാഫിക്കാണ്. എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ ഈ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഭയങ്കര ട്രാഫിക്കാണെന്ന്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ സിഗ്നലൊന്നുമില്ല, കുറച്ച് മുന്നിലോട്ടേ ഉള്ളൂ സിഗ്നൽ, എങ്കിലും കണ്ടോ നിങ്ങൾ ട്രാഫിക്ക്. അങ്ങനെ നമ്മൾ ഇലയും വേണ്ട സാധനങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ മേടിച്ചു. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ഇന്ന് ഓണ സെലിബ്രേഷൻ ഒക്കെ അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് ഈ ഒരുങ്ങുന്നത് വേറെ ഒന്നിനുമല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഒരുക്കമായിരുന്നു. നമുക്ക് ഓണത്തിനായാലും ഓണം പിന്നെ അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലും നമുക്ക് നല്ലതായിട്ട് ഒരുങ്ങാൻ പറ്റും. അപ്പം എങ്ങനെയുണ്ട്, കണ്ടാവോ? അപ്പം നല്ലതായിട്ട് ഒരുങ്ങിയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, കമന്റ് ഇടുക. അപ്പം ഇതാണ് എൻ്റെ ഓണക്കോടി. ഒന്ന് കാണിച്ചു കൊടുത്തേച്ചാ. അച്ഛനാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് എൻ്റെ ഓണക്കോടി.
അപ്പം എൻ്റെ ഈ ഓണക്കോടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ ഫുഡ് എടുക്കാൻ വേണ്ടി എല്ലാം തയ്യാറായിട്ട് നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഫുഡ് എടുക്കാൻ. അപ്പം രാവിലെ ഭയങ്കര പണിയൊക്കെ ആയിരുന്നു, ഫുഡിന്റെ കുറെ പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു. അപ്പൊ വ്ളോഗ് എടുക്കണോന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. പിന്നെ വിചാരിച്ച ഓണമൊക്കെ അല്ലേ, ഒരു വിശേഷ ദിവസം കൂടിയല്ലേ. അപ്പൊ നമ്മള് എന്താ പറയാ, എങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടെ, എല്ലാം ദൈവത്തിന്റെ ഒരു ബ്ലെസ്സിങ്. അപ്പം നമ്മള് ഫുഡ് എടുക്കാം. ഞാൻ ഓവർ പറഞ്ഞങ്ങളെ വെറുപ്പിക്കുന്നില്ല. എല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ട് വിളമ്പുമ്പോ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, വാ. ഫസ്റ്റ് തന്നെ കൊതി കൊണ്ടെല്ലാം കൂട്ടിക്കുഴച്ചങ്ങ് വാരി തിന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ്, ഇച്ചിരി ചോറും, ഇച്ചിരി സാലഡും, ബീട്രൂട്ട് പച്ചടി ഉണ്ടല്ലോ, പച്ചടിയാണോ കിച്ചടിയാണെന്ന് അറിയത്തില്ല, മാങ്ങാച്ചാറ്, നമ്മുടെ കറിനാരങ്ങാച്ചാറ്, തോരൻ, മുളക്. ഇതെന്ന് പറയുന്നത് മഷ്റൂം റോസ്റ്റ് ആണ്. മഷ്റൂം പെപ്പർ ഫ്രൈ എന്നാണ് പറയുന്നത്. നമ്മൾ റോസ്റ്റ് പോലെ ആക്കി എടുത്തു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അങ്ങനെ ആക്കി കഴിക്കുന്നത്. പിന്നെ ഇഞ്ചിക്കറി, പപ്പടം പിന്നെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ കുഴച്ച് പിടിയേ. ഓ സൂപ്പർ അച്ഛാ. എല്ലാ കറിയും കൂടെ എടുത്ത് മിക്സ് ആക്കി തിന്നു നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അച്ഛാ, ശരിക്കും. സൂപ്പർ പൊളി കേട്ടാ. ചോറ് മാത്രം കഴിച്ചാൽ പോരാലോ, നമ്മൾ ഈ കറികളെല്ലാം കഴിക്കണം. എന്നാലേ സദ്യ കഴിച്ചൂന്ന് പറയാൻ പറ്റുമോ. ഇത് വേസ്റ്റാണ്. ഉള്ളിയല്ലല്ലോ, പച്ചമുളകും കറിവേപ്പിലയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴിക്കും. ഇത് ഫുള്ള് കറിയാണ്. അപ്പം ഇത് ഇങ്ങനെ എടുത്തിട്ട് അവള് പപ്പടം കഴിക്കും. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു പപ്പടം. അവൾക്ക് കുറച്ച് നേരത്തെ കൊടുത്തു. ഒത്തിരി സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കണമല്ലോ, കുഞ്ഞുങ്ങളല്ലേ. ആ കിഴങ്ങും ഉള്ളി എല്ലാം എടുത്ത് അപ്പുറത്ത് എറിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ പോയി തപ്പണം എന്തൊക്കെ കിട്ടുവോ. ശരിക്കും പറഞ്ഞാലോ നൈസ് ഫുഡായിരുന്നു. അച്ഛാ കൊള്ളായിരുന്നു അച്ഛാ. ഒന്ന് ഇച്ചിരി വാ തുറന്ന് പറയൂ, ലൗഡ്. ചുമ്മാ ഗൈസ്, നിങ്ങളെ ആക്ട് ചെയ്യാണ് ഗൈസ്. നല്ലായിരുന്നു ഗൈസ്, സൂപ്പർ. നമ്മൾ കണ്ടിട്ടില്ല ഇത് സിനിമ. എല്ലാം പറയുന്നേ വീടുകളിലൊക്കെ ഇതേപോലെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഇല ഇങ്ങനെ നക്കുന്ന ഒരു ചടങ്ങുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊക്കെ കുഞ്ഞുനാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഇതേപോലെ നക്കുമായിരുന്നു. ഇവിടെ അമ്മയ്ക്ക് ഒന്നും അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. നക്കുന്നതേ കാണുന്നതേ ഇഷ്ടമല്ല.
പക്ഷെ ഞാൻ നക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇല നക്കുന്നത്. അതന്നെ കൊട്ടേഷൻ കൊടുക്കുന്നത് അമ്മായിയമ്മയ്ക്ക്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വയറ് നിറഞ്ഞു. ഇനി കുറച്ച് നേരം ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് കിടക്കണം. ആഹാ വയറ് നിറഞ്ഞു. അച്ഛൻ അവിടെ പോയി സൈഡായിട്ടുണ്ട്. കുഞ്ഞാവ വട്ടം ചുറ്റി ഇങ്ങനെ നടക്കണം. കുഞ്ഞാവയുടെ ചോറൊക്കെ ദഹിച്ച് കാണും. കുഞ്ഞിന് നേരത്തെ കൊടുത്തു. അവക്കാണെങ്കിൽ ചോറും പരിപ്പും പപ്പടവും പിന്നെ സലാഡും തോരനും പച്ചടി ഞാൻ പറഞ്ഞായിരുന്നു, അതും ഒക്കെ ഇട്ട് കൂട്ടി ഇച്ചിരി കുഴച്ച് ഇച്ചിരി നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് കുഴച്ചാണ് അവൾക്ക് കൊടുത്തത്. അവൾ കുറച്ച് കഴിച്ചു. അപ്പം ഇപ്പം ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചത്. അപ്പം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നേരത്തെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ചാൽ നമുക്ക് എന്താ പറയുക നൈസായിട്ടിരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ അവർക്ക് വിശക്കുന്നൊന്നും പറഞ്ഞ് പിന്നെ കിടന്ന് കരയും. അതുകൊണ്ട് ഫസ്റ്റിലെ അവക്കങ്ങ് കൊടുത്തു. ഇത് സെവനേച്ചൻ്റെ അമ്മയാക്കിയ ഫുഡാണേ. ഓണത്തിന് 2 ദിവസം മുമ്പേ ഞാൻ ഇതേപോലെ 2 അമ്മമാരുടെ അടുത്തും പറഞ്ഞായിരുന്നു അവിടുത്തെ ഓണസദ്യയും കാര്യങ്ങളും എല്ലാം. നമ്മൾ അവിടെ ഇല്ലല്ലോ, അപ്പോൾ അവിടുത്തെ ഓണസദ്യയും കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോ രൂപത്തിൽ എനിക്ക് ഇട്ട് തരണേന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടുപേരും ഓക്കെയൊക്കെ പറഞ്ഞു പോയതായിരുന്നു. ഇത് എൻ്റെ വീട്ടിലെ ഓണസദ്യകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം അമ്മയ്ക്ക് കൈ വയ്യെങ്കിലും അമ്മ പറ്റുന്ന രീതിയിലൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ പായസം വരെ ഉള്ള വിഭവങ്ങൾ അമ്മ ഇതേപോലെ വീഡിയോ ആക്കി എനിക്ക് ഇട്ട് തന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമായി. സെബിനി ചാച്ചനും കുഞ്ഞാവയാണെങ്കിലും നല്ല ഉറക്കമാണ്. അപ്പം എനിക്ക് കിടന്നിട്ട് ഉറക്കമൊന്നും വന്നില്ല. ഞാൻ പിന്നെ ഇങ്ങനെ എഴുതിയിട്ട് വന്ന് പിന്നെ കുറച്ച് നമ്മുടെ ഈ ഓണത്തിൻ്റെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ ചെയ്ത് തീർത്തു. ഇപ്പം സമയം 4:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളിവിടുന്ന് മലയാളിക്കടയിലാണെങ്കിൽ പോയപ്പോൾ ഇതേപോലെ വെർമസലിയുടെ ഒരു മിക്സ് മേടിച്ചു. എലൈറ്റിൻ്റെ വെർമസലി മിക്സാണ് മേടിച്ചത്. അപ്പം കുറേ ദിവസമായിട്ട് പാലടയല്ലേ നമ്മൾ മേടിച്ച് ആക്കിയൊക്കെ കഴിക്കുന്നത്. അപ്പം വിചാരിച്ചു പിന്നെ ഈ ഒരു വെർമസലി പാക്കറ്റിന്റെ ബാക്കിൽ ഡയറക്ഷൻ ഓഫ് യൂസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ 3 സ്റ്റെപ്പ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ആക്കണ്ടേന്നൊക്കെ. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത് നോക്കി ചെയ്യുവാണെങ്കിൽ ഇത്ര പാലെടുക്കണം, അല്ലെങ്കിൽ ഇത്ര സംഭവങ്ങൾ എടുക്കണം, അങ്ങനെയൊക്കെ കുറെ നിർദ്ദേശങ്ങൾ കാണുമല്ലോ. അപ്പം അതിന് തന്നെ നമ്മളുടേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആക്കാം വീട്ടിട്ട് പോവുകയാണ്. ഇതൊക്കെ കെട്ടിക്കട്ടെ, ഇത്രയും ആക്കിയാൽ കഴിക്കുമോ ആവോ? കുറച്ചെടുക്കാല്ലേ, കുറച്ചിട്ടിട്ട് പായസം ആക്കാം. തട്ടിയിട്ടിട്ട് ഇത് കാണും, കുറച്ച് മാറ്റി വെക്കാം. ഓവറായാലും പിന്നെ കുടിക്കത്തില്ല. ലാസ്റ്റ് മൊത്തം കൂടെ ഞാൻ കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ആവശ്യത്തിന്. പക്ഷെ ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഏലക്കൊക്കെ ഫുള്ളായിട്ട് അവരിട്ടു. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഓണമല്ലേ, നല്ല ദിവസമല്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു പള്ളിയിലും കൂടി ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ 3 പേരുടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയാണ്, ഹോളി റോസറി ചർച്ച് എന്നാണ് പള്ളിയുടെ പേര്. അവിടുത്തെ ആ പള്ളിയുടെ ആംബിയൻസും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മുടെ കയറി വരുന്നിടത്ത് ഇതേപോലെ ഒരു മാതാവിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ പള്ളിക്കകത്തോട്ട് പോകുന്നത്. വെർമസലി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് പോയിട്ട് ഗണപതിയെ കൊണ്ടുവന്നത് കണ്ടിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലെ ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റി. അതിലൊരുപാട് എന്താ പറയുക സന്തോഷമുണ്ട് എനിക്ക്. അപ്പം ഇനിയും നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ മറക്കാതെ ചെയ്യണേ. ഓക്കെ.